ഹലോ മുത്തുമണികളെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ നമ്മുടെ തമിഴ്നാട് സർക്കാർ വിജയിനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയതുപോലെ തന്നെ വിജയും ആ തമിഴ്നാടിനെ നെഞ്ചിലേറ്റി. ഒടുവിൽ അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്ന് എന്ന് പറയുന്നത് പോലെ എവിടെ തൊട്ടാലും അവിടെയൊക്കെ പൊന്ന് വിളയിച്ചും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വിജയ് അണ്ണൻ തമ്പി ബന്ധം എന്നൊക്കെ പറയില്ലേ, അണ്ണൻ തമ്പി ബന്ധം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുത്തു. ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി. ഇപ്പോൾ അതായത് ജൂലൈ 13 സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് പാസ്സായിട്ടുണ്ട്. അതായത് പശുക്കളെ വധിക്കാം, കശാപ്പ് ചെയ്യാം. അറവുശാലകൾക്ക് ചില നിയമം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് മൃഗസംരക്ഷണ നിയമം എന്നുള്ള ഒരു നിയമം പണ്ട് പാസ്സായ സമയത്ത് പശുക്കളെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നിരോധനമൊന്നും ഇല്ല. പശുവിനെ അറക്കണമെങ്കിൽ പശു 10 വയസ്സിന് മുകളിലുള്ള പശുക്കളായിരിക്കണം, അല്ലെങ്കിൽ പ്രസവിക്കാൻ കഴിയാത്ത പശുവായിരിക്കണം, അല്ലെങ്കിൽ പ്രസവം നിന്നുപോയ അങ്ങനത്തെ പശുവായിരിക്കണം, കാർഷികപരമായിട്ടൊന്നും ഉപയോഗിക്കാത്ത പശുക്കളായിരിക്കണം. ഇനി അങ്ങനെ തന്നെ ആണെങ്കിലും ആ പശുവിനെ അറവുശാലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അധികൃതരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ വെച്ചിട്ടാണ് തമിഴ്നാട്ടിലെ അറവുശാലകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു നിയമം ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഈ സർക്കാരിൻ്റെ കീഴിലല്ല, രാഷ്ട്രപതിയുടെ കീഴിൽ ഭരണം നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു മൃഗം കൂടി ആയിരുന്നു പശു. അപ്പോൾ ഈ കാർഷിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ മുഴുവൻ പശുക്കളെയും അറവുശാലകളിലോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ കൃഷിക്കാരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രപതിക്ക് ഒരു നിവേദനം കൊടുത്തുകൊണ്ട് ഗവർണറിനെ കൊണ്ട് ഒരു ഉത്തരവ് പാസ്സാക്കിച്ച്, അതായത് സമ്പൂർണ്ണ നിരോധനം, അതായത് പശുവിനെ അറവുശാലകളിലേക്ക് കൊണ്ടുപോകാനേ പാടില്ല, അറക്കാനേ പാടില്ല എന്നുള്ള ഒരു സമ്പൂർണ്ണ നിരോധനം പാസ്സാക്കി. ആ ഒരു സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു നിയമം നിലവിൽ വന്നു. സമ്പൂർണ്ണ നിരോധനമായിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും മാറി മാറി വരുന്ന ഭരണം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആദ്യമുള്ള ഒരു നിയമം തന്നെ അവരിങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നു. അതായത് ഒന്നിനും പറ്റാത്ത പശു ഉണ്ടല്ലോ, അതിനെ അറവുശാലകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ ഈ 2026 മെയ് മാസത്തിൽ ഒരു സംഭവം അവിടെ നടന്നു. അതായത് ഹിന്ദു മക്കൾ കക്ഷി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവായിരിക്കാം കെ സൂര്യപ്രശാന്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു പൊതു താല്പര്യ ഹർജി എവിടെ കൊടുത്തു? മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുത്തു. ഈ ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ ഫലമായിട്ട് ഒരു ഉത്തരവ് പാസ്സായി. അതായത് സമ്പൂർണ്ണ നിരോധനം, പശുക്കളെ ഇനി മുതൽ അറുക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു? അവരുടെ അന്നം മുട്ടുന്നു. അപ്പോൾ അവിടെ ആയിട്ട് പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്നു. അതായത് പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ ബഹളം വെക്കുന്നു. മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, അറവുശാലകൾ പൂട്ടിയിടേണ്ടതായിട്ട് വരുന്നു. അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ വന്നപ്പോൾ അവിടെ ആയിട്ട് പ്രക്ഷോഭങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിജയ് സർക്കാർ ചാർജ് എടുത്തതിന് ശേഷം വിജയ് സർക്കാർ എന്ത് ചെയ്തു? വിജയ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതിനെതിരെ, അതായത് മദ്രാസ് ഹൈക്കോടതി ഈ ചെയ്തിരിക്കുന്നതിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ വിജയ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സമ്പൂർണ്ണ നിരോധന ആജ്ഞ എന്ത് ചെയ്തു? സമ്പൂർണ്ണ നിരോധന നിയമം റദ്ദ് ചെയ്തില്ല, അതിന് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനവും കേട്ടു. അതിലൊരുപാട് തിരുത്തുകളുണ്ട് എന്നുള്ളതും സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പഴയതുപോലെ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള പശുക്കളെയൊക്കെ
അറവുശാലകളിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒരു നിയമം വീണ്ടും വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ളത് മാത്രമല്ല പാലിക്കാനുള്ളത് എന്നുള്ളത് അവിടെ ആ ഒരു സർക്കാർ തെളിയിക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്ക് ഈ ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആ ജനങ്ങൾ തയ്യാറായതും ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെയായിരിക്കും. ഈ സിനിമകളിലെ കടുകട്ടിയായിട്ടുള്ള നീതിമാനായ പോലീസുകാരനെയും നീതിമാനായ ജനപ്രതിനിധിയെയും ഒക്കെ മനസ്സിൽ കൊണ്ട് തന്നെ ആയിരിക്കും തമിഴ് മക്കള് ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത് സത്യത്തിൽ കറക്റ്റായിരുന്നു എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് മുന്നേറുകയാണ് വിജയ് സർക്കാർ. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ ആ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണോ ഉള്ളത് അത് തന്നെ നിലനിൽക്കുന്ന രീതിയിൽ നമ്മളൊക്കെ കാണുന്നത് പോലെയുള്ള വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ എളിമയോടുകൂടി വരുന്ന ജനപ്രതിനിധി വോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AC കാറിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറയുന്ന പോലത്തെയൊക്കെ ജനപ്രതിനിധികളിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ട് ഭയങ്കര കണ്ണിങ് ആയിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നത് ഭയങ്കര പ്രശംസനീയം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.